ലഹരിക്കടിമയായി സ്വന്തം അമ്മയെ ക്രൂരമായി ഉപദ്രവിച്ച ഒരു മകൾ. അമ്മയുടെ വാരിയല്ലാണ് വെറും നിസ്സാര കാരണത്തിന്റെ പുറത്ത് ഈ മകൾ അടിച്ചു തകർത്തത്. എറണാകുളം പനങ്ങാട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു ഈ സംഭവമൊക്കെ ഉണ്ടാവുന്നത്. 30 വയസ്സുകാരി നിവിയയും അമ്മയുമായിരുന്നു സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. തന്റെ ഫേസ് ക്രീം അന്വേഷിച്ച് നടന്ന നിവിയയ്ക്ക് കുറേ നേരം തിരഞ്ഞിട്ടും ലഭിക്കാതെ വന്നതോടെ അമ്മയോട് ചോദിച്ചു. ഈ കാര്യം പറഞ്ഞ് ഇരുവരും തമ്മിൽ തർക്കമായി. പിന്നീട് ആ വീട്ടിൽ നടന്നത് ആരെയും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. 30 വയസ്സുകാരി നിവിയ അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കാൻ ആരംഭിച്ചു. ഫേസ് ക്രീമിന്റെ കാര്യം പറഞ്ഞാണ് തർക്കം തുടങ്ങിയതെങ്കിൽ പിന്നീട് തർക്കം അവിടെ നിന്നും മറ്റു പല കാര്യങ്ങളിലേക്കും എത്തി. പ്രതിയുടെ കാര്യങ്ങളിൽ അമ്മ അനാവശ്യമായി ഇടപെടുന്നുവെന്ന് പറഞ്ഞായിരുന്നു പിന്നീടുള്ള മർദ്ദനം. പിന്നീട് ഒരമ്മയും ഇന്നേ വരെ നേരിടാത്ത കൊടിയ മർദ്ദനമായിരുന്നു നിവിയയിൽ നിന്നും ആ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. അമ്മയെ തടഞ്ഞു നിർത്തി കൈകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് കരണത്തടിച്ചു, കാലുകൊണ്ട് ചവിട്ടി, കമ്പിപ്പാര കൊണ്ട് വലത് കൈയിലടിച്ചു. അടികൊണ്ട് താഴെ വീണ ആ അമ്മയെ അസഭ്യം പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ വീണ്ടും കമ്പിപ്പാര കൊണ്ട് അടിച്ച് വാരിയല്ലൊടിച്ചു. നോക്കൂ, ലഹരി എത്രത്തോളം ഒരു മനുഷ്യനെ ക്രൂരനാക്കുന്നു. സ്വന്തവും ബന്ധവും പോലും മനസ്സിലാക്കാൻ കഴിയാത്തത്ര ക്രൂരത കാണിക്കാൻ നിവിയയെ പ്രേരിപ്പിച്ചതും ഇതേ ലഹരി തന്നെയാണ്. ഈ നിവിയ ഇത്തരത്തിൽ അതിക്രമം നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല. ഒരു കൊലപാതക കേസിലെ പ്രതി കൂടിയാണ് ഈ പെൺകുട്ടി. ഒരു ലഹരി കേസുമുണ്ട് നിവിയയുടെ പേരിൽ. ക്രിമിനൽ പശ്ചാത്തലമാണ് നിവിയയ്ക്കുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർ അമ്മയുമായി പ്രശ്നമുണ്ടാകുന്നതും ആ വീട്ടിൽ പതിവാണ്. സംഭവത്തിന് ശേഷം അമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേസെടുത്തുവെന്നറിഞ്ഞതോടെ നിവിയ ഒളിവിൽ പോയി. വയനാട് മാനന്തവാടിയിൽ നിന്നാണ് പിന്നീട് പനങ്ങാട് പോലീസ് നിവിയയെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ പിടിയിലാകുന്ന സമയത്ത് 10 വയസ്സുള്ള കുട്ടിയും നിവിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നിവിയയ്ക്കെതിരെ ഗുണ്ടാ ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. ലഹരിക്ക് അടിമപ്പെട്ടുണ്ടാകുന്ന അതിക്രമങ്ങൾ ദിനം പ്രതി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസം പിന്നിടും തോറും നമ്മൾ കേൾക്കുന്നതാകട്ടെ ക്രൂരവും പൈശാചികവുമായ വാർത്തകളും. ഇനിയും ലഹരി കാരണം ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടി നമുക്ക് പരിശ്രമിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.